പാലാ നഗരസഭാ ഭരണത്തിൽ നിർണായകമാകാൻ പോകുന്ന സ്വതന്ത്ര നമ്പറോടൊപ്പം ഉണ്ട്. 4 പേരാണ് ജയിച്ചു വന്നത്. അതിൽ ഒരു കുടുംബത്തിലെ 3 അംഗങ്ങൾ ജയിച്ചു വന്നിട്ടുണ്ട്. ഇവരെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഇവരുടെ വിശേഷങ്ങൾ പങ്കുവച്ചതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ഈ ഫലം വരുമ്പോൾ നിങ്ങൾ നിർണായകമാകുമെന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ നിർണായകമായി എങ്ങോട്ടാണ് നിങ്ങളുടെ തീരുമാനം എന്നതിലേക്ക് എത്തിയിട്ടുണ്ടോ കാര്യങ്ങൾ? ഇല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. അത് ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഒരു മുന്നണിയുമായിട്ട് സംസാരിച്ചിട്ടില്ല. വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, മോൾക്ക് പോലും അവളുടേതായ രാഷ്ട്രീയമുണ്ട്. എന്നാൽ ഒരു സ്വതന്ത്ര കൂട്ടായ്മ എന്ന രീതിയിൽ സ്വതന്ത്ര ചിന്താഗതിയോട് വാർഡിൽ പ്രവർത്തിക്കാമെന്ന ഒരു പൊതു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കൂട്ടായ്മയായിട്ട് മത്സരിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾക്ക് ചില മുന്നണികൾ, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിന്തുണ തന്നപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പാണ്, ആര് പിന്തുണ തന്നാലും സ്വീകരിക്കും, പക്ഷേ ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്ന്. അതുതന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ഒരു മുന്നണിയുമായോ ഒരു രാഷ്ട്രീയ കക്ഷിയുമായോ ഒരു നേതാക്കന്മാരായിട്ടോ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഞങ്ങളെ ജയിപ്പിച്ച ജനങ്ങളോട് നന്ദി പറയുക, ഞങ്ങൾ മുമ്പോട്ട് വെച്ച ആശയം അവർ പൂർണ്ണമായി ഉൾക്കൊണ്ടതിന്റെ സന്തോഷം അവരുമായി പങ്കുവെക്കുക, അതാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾ ചർച്ചകളിലേക്ക് കടക്കും. നിങ്ങൾ ഈ തീരുമാനം സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോകാൻ കാരണം അന്ന് ഒരു ഘടകകക്ഷി നേതാവിന്റെ നിലപാടാണ് എന്ന് ജോസ് കെ മാണിയുടെ പേരെടുത്ത് പറയാതെ അന്ന് പറഞ്ഞിരുന്നു. ഇതിപ്പോ ഒരു മധുരപ്രതികാരമാണോ അതോ ഒരു പകരം വീട്ടിലാണോ? എന്താണ് ഈ പാലായിലെ വിജയത്തെ കാണുന്നത്? എല്ലാവരും ഗാന്ധിയൻ ആദർശങ്ങളും തത്വങ്ങളും ഒക്കെ പ്രചരിപ്പിക്കും, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാറില്ല പലരും. എന്നാൽ എൻ്റെ ഒരു വിശ്വാസം പ്രതികാരം അത് വീട്ടാനുള്ളതാണെന്ന് തന്നെയാണ്. പ്രതികാരം അത് വീട്ടാനുള്ളത് തന്നെയാണ്. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും മധുരപ്രതികാരം, അല്ലാതെ കായികമായ ഉള്ള ഒരു രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു രാഷ്ട്രീയ നേതാവ് എന്നോട് ചെയ്ത രാഷ്ട്രീയ അനീതി, അദ്ദേഹത്തിന്റെ ഇരട്ട വ്യക്തിത്വം, ഡ്യുവൽ പേഴ്സണാലിറ്റി, അത് ഞങ്ങൾ നോട്ടീസിൽ പോലും ഞങ്ങളത് പ്രചരിപ്പിച്ചു. പുഞ്ചിരിയിൽ ഒളിപ്പിച്ച വഞ്ചനയുടെ മുഖം, അതുതന്നെ ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങൾ ആ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് തന്നെയാണ് ഞങ്ങൾ മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹം വളരെ ഞങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വം അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവന്നു. പക്ഷെ അതൊക്കെ രാഷ്ട്രീയപരമായിട്ട് പാലായിൽ ആദ്യമായി സംഭവിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അത് രാഷ്ട്രീയമായിട്ട് തന്നെ ഞങ്ങൾ കണ്ടു. പക്ഷേ ഇത് കാലത്തിന്റെ കാവ്യനീതി തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സമാന മനസ്കരായ ഞങ്ങൾക്ക് 3 പേർക്കും നിരവധിയായ പ്രചരണം, ഞങ്ങൾക്ക് വളരെ സങ്കടകരമായ അവസ്ഥ പ്രചരണ രംഗത്തുണ്ടായി. വ്യക്തിപരമായി ആക്രമിച്ചു, ഒരു കുടുംബത്തിൽ നിന്ന് 3 പേര് വരുന്ന രീതിയിൽ ആക്രമിച്ചു. രാഷ്ട്രീയപരമായ ആക്രമണം ഞങ്ങൾക്ക് പ്രശ്നമല്ല. എന്നാൽ വളരെ മോശപ്പെട്ട രീതിയിൽ വാർഡുകളിലെ ജനങ്ങളിലേക്ക് ഊമക്കത്തയക്കുക, വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും ചില ഭാഗത്തു നിന്നുണ്ട്. എല്ലാവരും എന്ന് പറയുന്നില്ല, CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും കുറ്റപ്പെടുത്തുന്നില്ല, അവർ ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതുപോലെയുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിക്കാത്ത രീതിയിൽ ഞങ്ങൾക്കിവിടെ വിജയിക്കാൻ സാധിച്ചു. അതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങൾ സ്നേഹിക്കുന്ന ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടാണ് ഞങ്ങൾ അതിൽ കാണുന്നത്. വിജയത്തെ എങ്ങനെ കാണുന്നു? വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് തന്നെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത, പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. ഇപ്പോൾ ഇത് വളരെ നല്ലൊരു അവസരമാണ്. എനിക്കിപ്പോൾ 21 വയസ്സേ ഉള്ളൂ. അപ്പം അത് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കാണും. ചേട്ടാ, അദ്ദേഹത്തിന് ദീർഘകാലത്തെ പ്രവൃത്തി പരിചയമുണ്ട്. അപ്പൊ സഹോദരനും ഒപ്പം വരികയാണ്. എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള പോക്ക്? തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾ, വോട്ടർമാർ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, അതിനെ പൂർണ്ണമായും പൂർണ്ണ അർത്ഥത്തിൽ എടുത്തുകൊണ്ട് തന്നെ അവർക്ക് അതിനൊരു നല്ല പ്രതികരണം, അവർക്ക് മറുപടി കൊടുത്ത് അവരംഗീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതിന് ബിനുവിൻ്റെ ഈ 5ാമത്തെ തവണ വിജയിച്ച ആ എക്സ്പീരിയൻസ് തീർച്ചയായും ഞങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവും. അപ്പം ബിനുവായിട്ട് തോളോട് തോൾ ചേർന്ന് ഞങ്ങൾ 3 പേരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ, മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ വാർഡുകൾക്ക്, ഈ ചേർന്ന് കിടക്കുന്ന ഈ വാർഡുകൾക്ക് ഒരു വലിയ ഒരു വികസനം, അത് വികസനം എന്നുള്ള വെറുമ്പാക്കല്ല എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, അത് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജനങ്ങളുടെ എല്ലാ സഹകരണം ഞങ്ങൾക്കുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസവും ഞങ്ങൾക്ക്. എന്തായാലും പാലാ നഗരസഭാ ഭരണത്തിൽ ആര് വന്നാലും ഇവരുടെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവരിപ്പോൾ മനസ്സ് തുറന്നിട്ടില്ല എങ്കിലും പാലാ നഗരസഭാ ഭരണത്തിൽ ഇവരിൽ ഒരാൾ അതിന് നേതൃത്വം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അനന്ത് സുരേഷിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1.